മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ അപകടം. പൂന്തുറ സ്വദേശി ലിജോയുടെ ഉടമസ്ഥതയിലുള്ള വേളാങ്കണ്ണി മാത എന്ന വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന 21 പേരും രക്ഷപ്പെട്ടു. MG പ്രതീക്ഷ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, മുതലപ്പുഴയിൽ ഈ അപകടം ഇതൊരു ആദ്യത്തെ സംഭവമല്ല. നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നു. പൊഴി മുറിക്കണമെന്ന ആവശ്യം അത് ഈ അടുത്താണ് നടപ്പിലായതും. പക്ഷേ അവിടുത്തെ അപകട സാധ്യത അപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞാണ്, ഈ പൊഴി മുറിച്ചാൽ ഇനി ശക്തമായി തിരയടിച്ചു കയറും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അതുപോലെ ആവർത്തിക്കുകയാണല്ലേ? ഗോകുൽ, തീർച്ചയായും. കാരണം ഈ മണൽ മൂടിക്കിടന്ന മുതലപ്പുഴയിൽ മത്സ്യബന്ധനം ഭാഗികമായെങ്കിലും നടന്നു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. അപ്പോഴാണ് വീണ്ടും മുതലപ്പുഴയിൽ അപകടമുണ്ടായിരിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ ഈ അഴിമുഖത്തേക്ക് എത്തുന്ന ഇടയിലാണ് വള്ളം മറിഞ്ഞത്. 21 പേരാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത്. ആ സമീപത്ത് മറ്റ് വള്ളങ്ങളും ബോട്ടുകളും ഉണ്ടായിരുന്നു. അവർ എത്തിയാണ് ഈ വള്ളം മറിഞ്ഞ് കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ആർക്കും സാരമായ പരിക്കില്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടിയാണ് നമുക്ക് മുതലപ്പുഴയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പൂന്തുറ സ്വദേശിയായ ലിജോയുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് ഈ തിരിച്ച് കരയിലേക്ക് എത്തുന്നതിനിടെ മറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ നേരത്തെയും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതലപ്പുഴ ഒരു മരണപ്പുഴയായി മാറുന്ന സാഹചര്യമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിനിടെ 80-80ഓളം പേരാണ് മുതലപ്പുഴയിൽ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മണൽ നീക്കം വളരെ മന്ദഗതിയിലാണ് നിലവിൽ മുതലപ്പുഴയിൽ നടക്കുന്നത്. അശാസ്ത്രീയ നിർമ്മാണം ഉൾപ്പെടെ ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നിലവിൽ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ മുതലപ്പുഴയിൽ എത്തിച്ച് മണൽ കാര്യക്ഷമമായി നീക്കാനുള്ള ഒരു നടപടികളാണ് നടക്കുന്നത്. ഇത് പൂർണ്ണതോതിൽ നടപ്പായി കഴിഞ്ഞാൽ മാത്രമേ ഈ അപകടങ്ങൾ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അത്തരത്തിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 21 പേരും അപകടത്തിൽപ്പെട്ട 21 പേരും രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യവും. ഗോകുൽ, ശരി പ്രതീക്ഷ. ഏതായാലും മുതലപ്പുഴയിൽ വീണ്ടും അപകട സാധ്യത അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. തൊഴിലാളികൾ പറഞ്ഞതുപോലെ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി കൃത്യസമയത്ത് നടപ്പിലാക്കാത്തത് അല്ലെങ്കിൽ പൂർത്തീകരിക്കാത്തതാണ് ഈ അപകടങ്ങൾ വരുത്തിവെക്കുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം.